അവരവർക്ക് തന്നതായ സ്ഥാനത്ത് കിടക്കണം. അതാണ് ജയിലിന്റെ സിസ്റ്റം. അതുകൊണ്ട് ഞാനങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ പുസ്തകം ഞാൻ വാങ്ങി തുറന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച വാക്യം ഇതാണ്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, അവൻ ഉടനെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. സ്വർഗത്തിൽ ഒരു ദൈവം ഉണ്ട്. ആ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ആ വേദഭാഗത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് ആ മനുഷ്യനെ വിടുവിക്കുന്നതായിട്ട് കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിലും ഒരു വിശ്വാസം ഉളവായി. ഞാൻ ബൈബിൾ അടച്ചു വെച്ചു. ഞാൻ മനസ്സിലാക്കിയതായ ഭാഷയിൽ, ആ ആശയത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവമേ, നെഹമ്യാവിന്റെ ദൈവമേ, തന്റെ ജീവിതത്തിൽ താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് ആ അവസ്ഥയിൽ നിന്ന് തന്നെ വിടുവിച്ചതുപോലെ എന്നെയും വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബൈബിൾ അടച്ചു വെച്ച് ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ അതുവരെ സമാധാനത്തിൽ ഉറങ്ങുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അന്ന് രാത്രി ഒരു വളരെ സമാധാനത്തോടുകൂടെ എനിക്ക് ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞു. അത് എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരുന്നു. രാവിലെ ഞാൻ ഉണർന്നു. കാരണം 5:45 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എല്ലാവരും ഉണർന്ന് അവരവരുടെ പായലിരിക്കണം. അതാണ് ജയിലിലെ സിസ്റ്റം. പക്ഷേ എനിക്കന്ന് ഉണരാൻ കഴിഞ്ഞില്ല. ഞാൻ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. എന്നാൽ എന്റെ സ്നേഹിതൻ എന്നെ തട്ടി ഉണർത്തി. ഞാൻ ചാടി എഴുന്നേറ്റ് ആ പായലിരുന്നു കൊണ്ട് ബൈബിളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ പുസ്തകം സാധാരണ പുസ്തകമല്ല, ഇതിനകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. എന്തായിരുന്നാലും പകലൊക്കെ ഞാൻ എന്റെ ജോലിയും മറ്റു കാര്യങ്ങൾ ചെയ്യും. രാത്രിയാകുമ്പോൾ ഞാൻ ഉറങ്ങുവാൻ വേണ്ടി ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ മനസ്സിലായി, ബൈബിളിലുള്ള വചനങ്ങൾക്ക് എന്റെ ജീവിതത്തിന് വെളിച്ചം പകരാൻ കഴിയുന്നു. ഇരുട്ടിലായിരുന്ന എന്റെ ജീവിതത്തെ വെളിച്ചത്തിന്റേതായ പാതയിലേക്ക് വചനങ്ങൾ ഓരോന്നായി നടത്തപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എന്റെ ഹൃദയത്തിലെ ആകുല ചിന്തകളൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഒരു ചിന്ത ഉളവായി. ആ ചിന്ത ഇങ്ങനെയാണ്, നീ യേശുവിനെ കുറിച്ച് കേൾക്കണമെന്ന്. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങനെ ആ ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ള അനേക സ്നേഹിതന്മാരുണ്ട്. അവര് പുറത്ത്, ഞാൻ അകത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ. അവരിലൊന്നും എനിക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു യേശുവിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തിനകത്ത് വീണ്ടും ഒരു ഉദ്യമം എന്റെ ജീവിതത്തിനുണ്ടായി. അതിങ്ങനെയാണ്, നീ യേശുവിനെ കുറിച്ച് കേൾക്കണം, യേശുവിലൂടെ നിനക്കൊരു ജീവിതമുണ്ട് എന്ന് ആരോ എന്റെ ഉള്ളിൽ നിന്ന് മന്ത്രിക്കുന്നു. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എന്റെ ഹൃദയം എന്നിൽ സംസാരിക്കുന്നു എന്ന് എനിക്ക് പിന്നീട് വചനം വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ദൈവമാണ് എന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ കുറിച്ച് കേൾക്കണമെന്നുള്ളൊരു ആശയം എന്നിലേക്ക് നൽകി തന്നത്. എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് കേൾക്കേണ്ടത്? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ കേരളത്തിലും തമിഴ്നാട്ടിലും പല സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെയൊക്കെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ യേശുവിനുള്ള പ്രത്യേകത എന്താണെന്ന് അന്വേഷിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ 1993 ഡിസംബർ മാസം 27-ാം തീയതി ഒരു സുവിശേഷ സംഘടന ജയിലിനകത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ജയിലിനകത്തേക്ക് ഒരു സുവിശേഷ സംഘടന കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അതിനുള്ള പെർമിഷൻ ആവശ്യമാണ്. അങ്ങനെ ക്രിസ്തുമസിന് അത് ധാരാളമായി ലഭിക്കും. അങ്ങനെ ഒരു സംഘടന കടന്നു വന്നു. അവർ സുവിശേഷം പ്രസംഗിക്കാൻ കടന്നു വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ പല ചിന്തകൾ ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു. കാരണം ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. ഞാൻ വളരെ തിന്മയിൽ ജീവിച്ച നീചനായൊരു മനുഷ്യനാണ്. മാതാപിതാക്കളെ അനുസരിച്ചിട്ടില്ല. ലോകപ്രകാരം ആർക്കും ഒരു നന്മയും ചെയ്തിട്ടില്ല. എന്റെ ഹൃദയത്തിൽ എനിക്കറിയാം വളരെ തിന്മ മാത്രമേ ഉള്ളൂ. നീചനാണ്. ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്ന എന്റെ ജീവിതത്തിൽ മാറ്റു കുറഞ്ഞ സ്വർണം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ എനിക്കറിയാവുന്നത് കൊണ്ട് ആ പ്രോസസ്സിൽ എന്റെ ജീവിതത്തെ പരിശോധിച്ചു
പരിശോധിച്ചപ്പോൾ ഞാൻ വളരെ മലിനനായിരിക്കുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്റെ ഹൃദയത്തിലെ ചിന്ത മുഴുവൻ ഇതാണ്, ഇനി എന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ, എന്നെ ആരെങ്കിലും രക്ഷിക്കുമോ? മാതാപിതാക്കൾ പോലും തള്ളിക്കളഞ്ഞു, മറ്റാരും എന്നെ നോക്കുവാനില്ല, പിന്നെ ആരെന്നെ സ്നേഹിക്കും? ഈ ചിന്ത എന്നെ ഭരിച്ചു. എന്നാൽ ഒരു സൈഡിൽ പിശാച് പറഞ്ഞു, നിന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയരുത്, നീ മഹാദോഷമുള്ളവനാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഹൃദയത്തിനകത്ത് ഇല്ല, നീ ആത്മഹത്യയാണ് നല്ലതെന്ന് വാദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ഭാഗം എന്നോട് വാദിക്കുന്നില്ല, നിനക്കൊരു ജീവിതമുണ്ട്. ആ സമയത്താണ് ഈ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ആ ജയിലിൽ നിന്ന് പ്രസംഗിക്കപ്പെടുവാനായിട്ട് അവിടെ അനേക ദൈവദാസന്മാർ കടന്നു വന്നത്. ഞാൻ തനിയെ അങ്ങോട്ട് പോകുകയല്ല ചെയ്തത്, അവിടെ അങ്ങോട്ട് പോകുവാൻ ഒരു ഉദ്യമം എന്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ അങ്ങനെ കടന്നു ചെന്ന് ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവിടെ പ്രസംഗിക്കുന്ന ദൈവദാസന്റെ ഹൃദയത്തിനകത്ത് എന്താണോ ഞാൻ സംശയിച്ചിരുന്നത് അതിനുള്ള മറുപടി അത്രേ അദ്ദേഹം പറഞ്ഞത്. അതേ, എന്റെ ഹൃദയത്തിൽ ഇതായിരുന്നു സംശയം. നീചനായ, ദുഷ്ടനായ, പാപിയായ എന്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ ഒരു മാറ്റം വരും? അതായിരുന്നു എന്റെ ഹൃദയത്തിലെ ചിന്ത. എന്നാൽ ആ വചനം അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായിരുന്ന ഹിമം പോലെ വെളുക്കും, എത്ര രക്താംബരം പോലെ ചുമന്നിരുന്നല്ലേ പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി തീർക്കുമെന്ന് ആ ദൈവദാസൻ അവിടെ വിളിച്ചു തരുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ ആ സ്വരം കേട്ടു, വരുവിൻ നമുക്ക് വാദിക്കാം. ഞാൻ എന്റെ വായ കൊണ്ട് സംസാരിച്ചില്ലെങ്കിലും എന്റെ ഹൃദയത്തിലെ സംശയങ്ങൾക്ക് ദൈവദാസൻ മറുപടി പറയുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാ, അത് ചൈതന്യമുള്ളതാ. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ബൈബിൾ പറയുന്നു, എബ്രായ ലേഖനം 4:12, ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ള ഇരുവായ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി പഞ്ചകളെ വരെ വെറുവിടുവിക്ക് തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും വിവേചിക്കുന്നതും. ആ വചനം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമോ? എന്റെ ഹൃദയം തകർന്നു. ഞാൻ അവിടെ ഇരുന്ന് കരയുവാൻ തുടങ്ങി. കാരണം എന്റെ മാതാപിതാക്കൾ എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അവരെന്നെ ശിക്ഷിച്ചെങ്കിലും എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ അവർ കഴിഞ്ഞില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. തുടർന്ന് എന്റെ ഹൃദയത്തിലെ സംശയവിത, കല്ലായിട്ടുള്ള ദുഷ്ടതയുള്ള ഹൃദയത്തിന് മാറ്റം വേണ്ടേ? അതെങ്ങനെ സംഭവിക്കും? പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഹൃദയത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാൻ ദൈവം മതിയായവനാ. ആ എന്റെ ഹൃദയത്തിന്റെ സംശയം ഇതായിരുന്നു, എന്റെ കല്ലായുള്ള ഹൃദയം എങ്ങനെ മാറും? എന്നാൽ വിശുദ്ധ വേദ പുസ്തകത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതേ 36-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിൽ കൂടി ആ ദേവദാസൻ സംസാരിക്കുകയാണ്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ നിന്റെ മേൽ നിർമ്മല ജലം തളിക്കും, നീ നിർമ്മലനായിത്തീരും, ഞാൻ നിന്റെ മലിനതയെ നീക്കി നിന്റെ സകല വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ് നിന്റെ കല്ലായിട്ടുള്ള ഹൃദയത്തെ മാറ്റി ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും, ഒരു പുതിയ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ ഞാൻ നിന്നെ നടക്കുമാറാക്കും. അതെന്റെ ജീവിതത്തിൽ വലിയ അറിവാണ്. കാരണം പല പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, പല പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതും ഹൃദയത്തിന് മാറ്റം വരുത്തുന്നതുമായ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? എന്റെ ഹൃദയത്തിന് എങ്ങനെ മാറ്റം വരും? അതെ, നീ യേശു ക്രിസ്തുവിലേക്ക് തിരിയുന്നുവെങ്കിൽ. അപ്പോഴാണ് യേശുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആ സുവിശേഷകൻ പ്രസംഗിച്ചത്. അതെ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. ആ പാപികളെ ഒന്നാമൻ ഞാനെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി, ഞാനൊരു പാപിയാണ്. അതുവരെ എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഞാൻ പാപിയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തരും. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം തന്നത്. ആ പാപത്തിന്റെ പരിഹാരം എന്താണെന്ന് പരിശുദ്ധാത്മാവാണ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. വചനം കേട്ടപ്പോൾ ആ വചനം എന്നിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നാഥ ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടതിന്? ദൈവം എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിലൂടെ എനിക്ക് മറുപടി. ദൈവത്തിന്റെ വചനം അത് ദൈവമാണ്, അത് നമ്മളോട് ഇടപെടുന്നതാണ്. എനിക്കത് വളരെ വ്യക്തമായി മനസ്സിലായി. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഞാൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നീ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അത് നമുക്ക് തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അതിന് എന്റെ ജീവിതത്തിലേക്ക് ആ ലഭിച്ച ഏറ്റവും വലിയ അറിവായിരുന്നു. കാരണം സ്വർണ്ണം ശുദ്ധീകരിക്കാൻ ആസിറ്റുള്ളപ്പോൾ അത് എന്റെ പാപത്തെ കഴുകുവാൻ എന്തുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, അത് ഞാൻ ഇരുട്ടിലിരിക്കുകയാണ്, എന്റെ ദൈവം വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. ഇരുട്ടിലിരിക്കുന്ന എനിക്ക് ദൈവത്തെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ ഞാൻ ഇരുട്ട് വിട്ട് വെളിച്ചത്തിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നൊരു തീരുമാനമെടുത്തു, ദൈവമേ, ഇതുവരെ ഞാൻ തിന്മയിൽ ജീവിച്ചു, ആർക്കും ഒരു നന്മ പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല, എങ്കിലും എനിക്ക് ഇനി ജീവിക്കണം.